കൂട്ടുകാരെ, അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നല്ല ഗുണപാഠ കഥയാണ്. അതിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ മെഡലാണിത്. അപ്പൊ നമുക്ക് കഥയിലോട്ട് കടന്നാലോ? മാനസികത്തിന് നമസ്കാരം. വിശപ്പ് സഹിച്ചവനെ പച്ചവെള്ളത്തിന്റെ മധുരം അറിയാൻ കഴിയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും ആവശ്യാനുസരണം ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത കുറെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടിനും ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. ഒരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓലമേന ഒരു കൊച്ചു കുടലിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കണ്ട് അവന്റെ അമ്മ ഒരു സർക്കാർ സ്കൂളിലേക്ക് ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ. ഇത് കണ്ടതും കുഞ്ഞിന്റെ മുഖത്തേക്ക് അമ്മയ്ക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അവിടെ വെച്ച് കുട്ടന് ബാബു എന്ന സുഹൃത്തിനെ ലഭിച്ചു. അവൻ വളരെ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓടാണോ ഓലയാണോ? ബാബു പറഞ്ഞു, എന്റെ വീട് മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോട് ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? അതെന്താ? ബാബു പറഞ്ഞു, നീ മാളികപ്പുറമുള്ള വീട് കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെ കൂട്ടി ബാബുവിന്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടത് കുട്ടൻ ഞെട്ടിപ്പോയി. ഇതെന്താ കൊട്ടാരം പോലെയുണ്ടല്ലോ. അങ്ങനെ അവർ വാതിൽ തുറന്നതും കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീട്. അതിൽ വലിയൊരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയുടെ മുന്നിൽ എന്താണെന്നോ? വലിയ പാത്രം, അതിൽ നിറയെ ഭക്ഷണം. ഇത് കണ്ടതും കുട്ടിന്റെ വായിന്ന് വെള്ളം മൂറി. പിന്നീട് ഒരു ദിവസം ടീച്ചർ എല്ലാവരോടും ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം? ഇത് കേട്ടതും കുട്ടിനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാലും മതി. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ആ ചിരി അധികം നേരം ഉണ്ടായിരുന്നില്ല. കുട്ടിന്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും അവനെ സഹായിച്ചു. കുട്ടൻ കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പഠിച്ചുയരത്തിലെത്തി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഉയരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. കുട്ടന്റെ ജീവിതം നമുക്കും ഒരു പ്രചോദനമാകട്ടെ. നന്ദി.